ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ BA BSc കേരള യൂണിവേഴ്സിറ്റി കുട്ടികളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കഥാസാഹിത്യ എന്ന കോഴ്സ് ടൈറ്റിലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ദാറ്റ് ഈസ് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് കാണാത്തവർ ദയവേത് ആദ്യം പാർട്ട് 1 കാണുക. അതിൽ നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതാണ് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നെക്സ്റ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആസ് യൂഷ്വൽ ഒരിക്കൽ കൂടി പറയാം, കഹാനി സരോവർ ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഹിന്ദിയും മലയാളം വീഡിയോസ് ചാനലിൽ അപ്ലോഡഡ് ആണ്. പ്ലസ് 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഈ ടെക്സ്റ്റിൻ്റെ ഓഡിയോ ബുക്കും അവൈലബിൾ ആണ് ചാനലിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം അതൊക്കെ കാണാത്തവരല്ലേ കേൾക്കാത്തവർ ദയവേത് ആദ്യം അത് കണ്ടിട്ട് ഇതിലേക്ക് വരിക, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സെഷൻ ഫ്രൂട്ട്ഫുൾ ആകത്തില്ല. സോ വിൽ മൂവ് ഓൺ ടു 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. किन्हीं 8 प्रश्नों के उत्तर करीब 50 शब्दों में लिखिए. Any 8 you have to write. अब ചോയ്സ് വളരെ അധികമുണ്ട്. 16 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ. ദറ്റ് ഈസ് 11th to 26th ക്വസ്റ്റ്യൻ. ഇതിൽ 16 ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടൽ. യു ഹാവ് ടു റൈറ്റ് ഓൺലി 8 ക്വസ്റ്റ്യൻസ്. അപ്പം ധാരാളം ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത 11th to 19th ക്വസ്റ്റ്യൻ കഹാനി സരോവറിനെ ബേസ് ചെയ്താണ്. 20th to 26th മൊബൈൽ നോവലിനെ ബേസ് ചെയ്താണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കഹാനി സരോവറിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ആദ്യം കഹാനി സരോവറിൻ്റെ ഡിസ്കസ് ചെയ്യാം. 11th ക്വസ്റ്റ്യൻ, ദുഃഖി ചമാർ की मृत्यु किन हालातों में हुई. दुखी चमार आपको पता है सदगति कहानी का पात्र है. प्रेमचंद जैसे अमर कथाकार की कहानी है सदगति. അതിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ദുഃഖി ചമാർ. ഉസ്കി മൃത്യു കിൻ ഹാലാത്തോ മേ ഹുയി. ഹാലാത്ത് മീൻസ് നത്തിങ് ബട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഹി ഡൈഡ്. ദുഃഖി ചമാർ എങ്ങനെയാണ് മരിച്ചത്, ദുഃഖി ചമാർ മരിക്കാൻ ഇടയായ കാരണങ്ങൾ, ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതാണ് ചോദ്യം. സദ്ഗതി കഹാനി കാ ചമാർ ജാതി കാ ദുഃഖി ബിനാ നാശ്ത കിയേ ഹി സുബഹ സുബഹ പണ്ഡിറ്റ് ഘാസിറാം കെ യഹാ പहुंच गया था. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ അതിരാവിലെ ഈ ദുഃഖി ചമാർ എവിടെ എത്തിയിരുന്നു? പണ്ഡിറ്റ് ഘാസിറാമിൻ്റെ വീട്ടിൽ. पंडित ने दुखी से सारा दिन काम करवाया, दोपहर को भोजन भी नहीं दिया और यही नहीं लकड़ी चीरने में उसे लगा दिया. അപ്പോൾ പണ്ഡിറ്റ് ജി ആസ് യൂഷ്വൽ അയാൾ സ്ഥിരം ചെയ്തിരുന്നത് പാവപ്പെട്ടവർ ഇങ്ങനെ ഈ രീതിയിൽ ചൂഷണം ചെയ്യും. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽപ്പെട്ടത് ദുഃഖിയായിരുന്നു. അപ്പോൾ ദുഃഖിനെ വീട്ടിലെ ജോലിയെല്ലാം ഏൽപ്പിച്ചു. അങ്ങനെ ദുഃഖിയെ കൈ കിട്ടിയപ്പോൾ ഫ്രീ ആയിട്ടൊരു ഇരയെ കിട്ടിയതാണ്. അപ്പോൾ അയാളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിച്ച്. दुखी को कुल्हाड़ी से लकड़ी चीरने का अभ्यास नहीं था. उसके हाथ पांव कांपने लगे, आँखों तले अंधेरा हो आया. അപ്പോൾ വലിയ കോടാലി കൊടുത്ത് ഒരു വളരെ കട്ടിയായിട്ടുള്ള ഒരു മരം വളരെ കട്ടിയായിട്ടുള്ള തടിക്കഷ്ണമാണ് കീറാൻ കൊടുത്തത്. അപ്പോൾ ദുഃഖിക്ക് അതൊന്നും ചെയ്ത് ശീലമില്ല. അയാൾ ഒന്നാമത് വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഉസേ ചക്കറാനെ ലഗി ലേക്കിൻ പണ്ഡിറ്റ് ഉസേ കാം കിയേ ജാനെ കോ ഉക്സാത്താ രഹ. ഉക്സാന എന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും പ്രോത്സാഹിപ്പിക്കുക. ഇനിയും ജോലിയെടുക്കുക, നീ റെസ്റ്റ് ചെയ്യാൻ പാടില്ല, നീ ഇത് തീർത്തിട്ടേ പോകാൻ പാടുള്ളൂ. और ये धमकी भी देने लगा कि अगर काम करने में आनाकानी की तो बेटी का साइत भी वैसे ही निकलेगा. എന്ന് മാത്രമല്ല അയാൾ ഈ ഒരു ധംകി എന്ന് വെച്ചാൽ എന്തുവാണ്, ഈ ഒരു രീതിയിൽ വിരട്ടാനും തുടങ്ങി. നീ പണിയെടുക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ നിൻ്റെ മകളുടെ ആ മുഹൂർത്തം കുറിക്കുന്നതും അതേപോലെ തെറ്റിപ്പോകും, ഞാനാണല്ലോ അത് ചെയ്യുന്നത്. ഓർ ദുഃഖീനെ ലക്കടി ചീർത്തേ ദം തോട് ദിയ. അങ്ങനെ ആ ഒരു മരകഷ്ണം കഷ്ടപ്പെട്ട് പൊളക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ദുഃഖി മരിച്ചു വീഴുകയായിരുന്നു. അപ്പോൾ ഇൻ ഹാലാത്തോമേ ദുഃഖി ചമാർ കി മൃത്യു ഹുയി. ആ ഒരു കാലഘട്ടത്തിലെ ദളിത് ജാതി അനുഭവിക്കുന്ന ആ ഒരു വിവേചനം, ആ ഒരു ചൂഷണം, അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ സദ്ഗതി എന്ന സ്റ്റോറി. വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പ്രേംചന്ദ് അറിയപ്പെട്ടിരുന്നത് തന്നെ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് എഴുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് പ്രേംചന്ദ് ഫേമസ് ആയത്.
യഥാർത്ഥവാദമാണ് അദ്ദേഹത്തിൻ്റെ കഥയിൽ. ഉള്ളതുപോലെ അദ്ദേഹം വരച്ചു കാട്ടുമായിരുന്നു. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുന്ദർപുർ കെ ലോഗ് ജമീന്ദാർ കെ പാസ് ക്യോ ആയെ? ഈ സുന്ദർപൂർ, ചന്ദൻപൂർ, ഈ 2 ഗ്രാമങ്ങൾ ഇതിനെ പറ്റിയെല്ലാം പ്രതിപാദിക്കുന്നത് ശരണാഗത് എന്ന കഥയിലാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, യു റീഡ് ദ സ്റ്റോറി അഗെയിൻ ആൻഡ് അഗെയിൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ലിസൺ ദ സ്റ്റോറി, എന്നാലേ നിങ്ങൾക്കിത് കോണ്ടെക്സ്റ്റ് പിടികിട്ടുള്ളൂ. सुंदरपुर गांव सिपाहियों द्वारा लूट लिया गया था. लोग दुखी होकर जमींदार किशोर सिंह के पास अपनी दुख गाथा सुनाने आए. അപ്പോൾ സുന്ദർപൂർ ഗ്രാമിൽ അന്ന് ലൂട്ട്ന എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക. സിപ്പാഹിയോനെ ലൂട്ട് ലിയാ ഥാ സുന്ദർപൂർ ഗാവ് ഓർ ലോഗ് ദുഃഖി ഹോക്കർ, അവർ വിഷമിച്ച് ജമീന്ദാർ കിഷോർ സിംഗ് കെ പാസ് ആയേ ഥേ. കിസ്ലിയെ ആയേ ഥേ? അപ്നി ദുഃഖ് ഗാഥ സുനാനെ, അവരുടെ ആ ഒരു കഷ്ടപ്പാടും അവരുടെ ആ ദുഃഖവും പങ്കുവെക്കാനാണ് ഇവിടെ വന്നത്. ക്യോങ്കി കിഷോർ സിംഗ് കാഫി ദയാലു ഥേ, അയാൾ വളരെ നല്ല മനുഷ്യനായിരുന്നു. ഓർ ലോഗ് ഉനെ പിതാ സമാൻ മാനത്തെ ഥേ, इसलिए उनसे सहायता और आश्वासन पाने के लिए सुंदरपुर के लोग ज़मींदार के पास आए थे. അപ്പോൾ ബേസിക്കലി കിഷോർ സിംഗ് ഒരു ജമീന്ദാറായിരുന്നു, ഒരു പണക്കാരനായിരുന്നു, ഭൂ ഉടമയായിരുന്നു, ഒരുപാട് ഭൂ സ്വത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ആ ഏരിയയിൽ ഒരു ഛോട്ട രാജായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാലും അയാൾ നല്ല ദയാലുവായിരുന്നു, പാവപ്പെട്ടവരോട് നല്ല കരുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരാപത്ത് വന്നപ്പം സുന്ദർപൂർ ഗ്രാമത്തിലെ ആൾക്കാർ ഓടി ആരുടെ അടുത്തേക്ക് വന്നത്? കിഷോർ സിംഗ് കെ പാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ഇസ് ഫ്രം ശരണാഗത് ചാപ്റ്റർ. കിഷോർ സിംഗ് കെ ചരിത്ര പർ പ്രകാശ് ഡാലിയെ. ചരിത്ര ചിത്രനാണ്, ക്യാരക്ടർ എങ്ങനെയാണ്, ആ ഒരു കഥാപാത്രത്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. तो किशोर सिंह कौन था? അത് ആദ്യം പറയണം. ചന്ദൻപൂർ ഗാവ് കെ ജമീന്ദാർ थे. ഉൻകാ പ്രേം സബ് പർ ബരാബർ था. എല്ലാവരോടും അദ്ദേഹം ഒരേപോലെയായിരുന്നു ഒരു സ്നേഹം കാണിച്ചിരുന്നത്. വേ സ്വഭാവ് കെ ദയാലു थे, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രജ ഉൻഹെ പിതാ സമാൻ മാനത്തി थी, അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു പിതാ സമാൻ മാനത്തെ थे. बहुत बड़े इलाकेदार होने के कारण वे एक छोटे से राजा के समान माने जाते थे. बहुत बड़ा इलाका था उनका. ഇലാക്ക മീൻസ് ഏരിയ. അദ്ദേഹത്തിന് ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു, അതാണ് അദ്ദേഹം ജമീന്ദാർ എന്നറിയപ്പെട്ടിരുന്നത്. तो वे एक छोटे राजा के समान माने जाते थे. वे विदेशियों का भी उतना ही ख्याल रखते थे. ഇത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ എടുത്തു പറയേണ്ട, നിങ്ങൾ മിസ്സാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്താണ്? വേ വിദേശിയോ കാ ഭി ഉത്തനാ ഹി ഖയാൽ രഖ്തേ ഥേ. അപ്പോൾ ഇത് പ്രീ ഇൻഡിപെൻഡൻസ് യുഗത്തിൽ എഴുതിയ കഥയാണ്. പ്രസാദ് ആ സമയത്ത് കാലഘട്ടത്തിൽ, പ്രേംചന്ദും പ്രസാദും എല്ലാം ആ കാലഘട്ടത്തിൽ 1930s സജീവമായിട്ട് എഴുതിയിരുന്ന കഥാകാരാണ്. 1930s സജീവമായിട്ട് എഴുതിയിരുന്ന എഴുത്തുകാരാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടീഷുകാരോടൊരു വൈരാഗ്യഭാവവും ഒരു ദേഷ്യവും ഒക്കെ കാണിക്കുന്ന ഇന്ത്യൻസ് ആയിരുന്നു. പക്ഷേ ജമീന്ദാർ കിഷോർ സിംഗ് വിദേശവും കാ ഭി ഉത്തനാ ഹി ഖയാൽ രഖ്തേ ഥേ. അതുകൊണ്ടാണ് ഏലിസിനെയും വിൽഫ്രിഡിനെയും അദ്ദേഹം സംരക്ഷിച്ചത്. ഒന്ന്, കിഷോർ സിംഗിൻ്റെ വൈഫിനെ രക്ഷിച്ചു എൽഫ്രഡും വിലിസും. അത് മാത്രമല്ല, വിദേശികളാണെങ്കിൽ കൂടി അവരോടൊരു കരുതലുണ്ടായിരുന്നു. അപ്പോൾ അക്രമികൾ വന്നെന്നറിഞ്ഞപ്പോൾ തൽവാറെടുത്ത് വാളെടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കിഷോർ സിംഗ് സ്വയം വെളിയിലോട്ട് ഇറങ്ങിയൊരു വ്യക്തിയാണ്. ഉൻകെ ലിയെ തൽവാർ ലേക്കർ ലഡ്നെ നിക്കൽ ജാത്തെ ഹൈ കിഷോർ സിംഗ്. അപ്പോൾ അതാണ് കിഷോർ സിംഗിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ഡോമിൻ കാക്കി ചാപ്റ്റർ. ബിട്ടോ കി ദാദി കെ ചരിത്ര പർ പ്രകാശ് ഡാലിയെ. ആ ബിട്ടോ കി ദാദി, അതിലൊരു സ്ത്രീ കഥാപാത്രം, പ്രായമായ ഒരു അമ്മൂമ്മയുണ്ട് ദാദി, അവരുടെ ചരിത്ര പർ പ്രകാശ് ഡാൽന ഹെ. ബിട്ടോ കി ദാദി പുരാണേ ഖയാലോ വാലി ഥി. പുരാണേ ഖയാൽ യാനി പഴയ ആചാരങ്ങളും പഴയ രീതികളും ഒക്കെ കൊണ്ടു നടക്കുന്ന പഴയ ചിന്താഗതിയുള്ള ഒരു സ്ത്രീയായിരുന്നു ബിട്ടോ കി ദാദി. ജാത് പാത് പർ വിശ്വാസ് കർത്തി ഥി. ജാതി വ്യവസ്ഥ, ഉയർന്ന ജാതി താഴ്ന്ന ജാതി, അതൊക്കെ വളരെയധികം നോക്കിയിരുന്ന ഒരു ലേഡിയായിരുന്നു. ऊपर से यह ढोंग भी करती थी कि वह बड़ों का आदर करती कराती थी. उसके साथ वो ढोंग भी करती थी. ढोंग മീൻസ് ഒരു അഭിനയം. എന്താണ് അഭിനയം? ഞാൻ ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുകയും എൻ്റെ കൊച്ചുമക്കളെ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലേഡിയാണെന്നുള്ള ഒരു തോന്നൽ വരുത്തുമായിരുന്നു. അത് ഢോങ്കാണ്. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ അവർ താന്ന ജാതിക്കാരെ മൃഗങ്ങളിനേക്കാളും താന്നയായിട്ടായിരുന്നു കണ്ടിരുന്നത്.
അവരെ തൊട്ടുകൂടാ, അവരെ അറിയാതെ തൊട്ടുപോയാൽ ഗംഗാജലം ഒഴിച്ച് പവിത്രമാക്കണം, കൊച്ചുമകളെ അതിനുവേണ്ടി അടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അതേപോലെ ഈ കുട്ടി ബിട്ടോ ഡോമിൻ എന്ന പേര് വിളിച്ചപ്പം ആ കുട്ടിയെ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ഢോങ്കാണ്, ഡബിൾ പേഴ്സണാലിറ്റി കാണിക്കാൻ. വെളിയിൽ നിന്ന് കാണിക്കുന്നു ഞാൻ ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷേ ഉള്ളിൽ മുഴുവനും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഇല്ലായിരുന്നു. एक तरफ बिट्टो को तमीज़ सिखाती थी तो दूसरी तरफ मानव को जाति के बल पर तौलती थी. एक तरफ बिट्टो को तमीज़ सिखाती थी, ഒരു വശത്ത് ബിട്ടോനെ എങ്ങനെ പെരുമാറണം എന്ന് ഒരു ഐഡിയൽ ബിഹേവിയർ അതിനുവേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു. മറുവശത്ത് മാനവ്കോ ജാതി കെ ബൽ പർ തോൽത്തി थी. മറുവശത്ത് എന്താ ചെയ്യുമായിരുന്നു? മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വില കൽപ്പിച്ചിരുന്നത്. रत्नी से घर का सारा काम करवाती और उसे बासी रोटी देती, वो भी ऊपर से डालकर. അപ്പോൾ ഈ രത്നി ഡോം ജാതിയിൽപ്പെട്ടതാണ്. ഡോം ഞാൻ ഈ ചാപ്റ്റർ നിങ്ങൾ കേട്ടിട്ടുള്ളവർക്കറിയാം. ഡോം എന്ന് വെച്ചാൽ ഈ വാരാണസിയിലൊക്കെ ശവം കത്തിക്കുന്ന കൂട്ടരാണ്. ശവം ഗംഗാനദിയുടെ സൈഡിൽ ഡെയിലി ഒരുപാട് ഇങ്ങനെ ശവം കത്തിക്കേണ്ട ഒരു ശവം കത്തിക്കൽ ചടങ്ങ് നടക്കും. അത് കത്തിക്കുന്ന കൂട്ടരെയാണ് ഈ ഡോം ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോം ജാതി വളരെ താന്ന ജാതിയായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്, ഹൈ കാസ്റ്റുകാർ. പക്ഷേ രത്നിയെ കൊണ്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർക്ക് പഴകിയ ഭക്ഷണവും കൊടുക്കും. ആ കൊടുക്കുന്നത് ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞാണ് പാത്രത്തിലോട്ടിട്ട് കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ തൊട്ടുകൂടാ. അപ്പോൾ അതായിരുന്നു ബിട്ടിയുടെ ദാദിയുടെ ചരിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം ഡോമിൻ കാക്കി. बिट्टो को दादी से थप्पड़ क्यों मिली? दिस क्वेश्चन माइट क्रिएट some sort of confusion. കാരണം ബിട്ടോക്കോ ദാദീസെ 2 ബാർ തപ്പട് മില. അപ്പോൾ ഇവിടെ ഏത് തപ്പടാന്ന് എടുത്തു പറയുന്നില്ല, എന്നിരുന്നാലും നമുക്ക് രണ്ടിൻ്റെയും കാര്യം പറയാം. ബിട്ടോക്കോ ദാദീസെ 2 ബാർ തപ്പട് മിലി. उम्र में अपने से बड़े रत्नी को डोमिन कहकर पुकारने के लिए पहली बार थप्पड़ मिली. തന്നേക്കാൾ മുതിർന്ന രത്നിയെ ഡോമിൻ 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 വന്നു എന്ന് ആ കുട്ടി വിളിച്ചു പറയും. ആ കുട്ടി ടൗണിൽ നിന്ന് വന്നതാണ്, ഗ്രാമത്തിൽ. കുട്ടി ഗ്രാമത്തിൽ വന്നപ്പോൾ വീട്ടിലെ എല്ലാവരും ഈ സ്ത്രീയെ ഡോമിൻ എന്നാണ് വിളിക്കുന്നത്, മുതിർന്നവരല്ല. അപ്പോൾ കുട്ടിയും അത് കേട്ട് പഠിച്ചു. കുട്ടി ഒരുപക്ഷെ കരുതിയിരിക്കുന്നത് എന്താണ്, ഇവരുടെ പേര് തന്നെ ഡോമിൻ ആണെന്ന് കരുതി കാണും. അതൊരു ജാതി പേരാണെന്ന് കുട്ടിക്കറിയില്ല. അപ്പോൾ കുട്ടി ഡോമിൻ എന്ന് വിളിച്ചപ്പോൾ മുത്തശ്ശി ഒരു അടി കൊടുത്തു. और दूसरी बार दाना बटोरते वक्त नीची जाति की रत्नी को छू जाने से थप्पड़ मिली. രണ്ടാമത്തെ പ്രാവശ്യം എപ്പോഴാണ് മുത്തശ്ശിയുടെ നടി കിട്ടിയത്? ഇതേപോലെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു രത്നിക്ക്. രത്നിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അല്പം ധാന്യം താഴെ വീണു. അപ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയിൽ അറിഞ്ഞോ അറിയാതെയോ രത്നിയുടെ ശരീരത്തിന് ടച്ച് ചെയ്ത് കാണും, അതിന് അടി കിട്ടി. അപ്പോൾ ഇതൊരു റിയൽ സ്റ്റോറിയാണ് കേട്ടോ. ചിത്ര മുദ്ഗുൾ അവരുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് അവരുടെ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണ്. എന്നുവെച്ചാൽ ഹൈ കാസ്റ്റ് ആൾക്കാർ, അവരുടെ വീട്ടുകാർ ചിത്ര മുദ്ഗുൾ ഹൈ കാസ്റ്റ് ആയിരുന്നു. അവരുടെ മുത്തശ്ശി ഇങ്ങനെയായിരുന്നു കരുതിയിരുന്നത് മനുഷ്യരെ. അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റമാണ് ഉണ്ടാക്കിയത്. പിൻകാലത്ത് ചിത്ര മുദ്ഗുൾ ഒരു റിബലായിട്ട് സൊസൈറ്റിയിലെ ഈ ഒരു കൊള്ളരുതായ്മയുടെ എതിരെ ഒരു റിബലായിട്ട് മാറാനുള്ള കാരണമായിരുന്നു ആ ഒരു മുത്തശ്ശിയുടെ നിന്ന് കിട്ടിയ അടി. അപ്പം വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ജാതി വ്യവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ കഥ ഡോമിൻ കാക്കി. നിങ്ങൾക്കറിയാം, ഒരു 1.5 പേജേ ഉള്ളൂ ആ കഥ. ലഘു കഥയാണ്, പക്ഷേ ഇറ്റ് കൺവേസ് എ ലോട്ട്. ഒരുപാട് കാര്യങ്ങൾ ആ കഥ പറഞ്ഞു പോകുന്നു. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. 16th क्वेश्चन, माँ ने अमरूद के पेड़ में पहले उगाए फलों को क्यों फेंक दिया? ഗ്യാൻരഞ്ജൻ്റെ അമറൂദ് കാ പേട് എന്ന ഒരു കഥയാണ്. ഇതും അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഒരു സിമ്പിൾ കാര്യമാണ്, ഒരു പേരച്ചെടിയെ ചൊല്ലിയുള്ളൊരു കഥയാണ്. പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ അന്ധവിശ്വാസം എങ്ങനെ തറച്ച് കൊള്ളുന്നു, അത് ആ പേരമരത്തിനെ വെട്ടിമാറ്റാൻ വരെ ആ കഥ അവസാനിക്കുന്നത് അങ്ങനെയാണ്. പേരച്ചെടി മുറ്റത്ത് നിൽക്കുന്നത് ദുശകുനമാണെന്ന് 10 പേര് പറഞ്ഞപ്പം ആ വീട്ടിലെ സ്ത്രീക്കും അതങ്ങ് മനസ്സിലങ്ങ് ഇരുന്നു. ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ നമ്മൾ പൊളിച്ച് എടുക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമ്മളിതൊക്കെ എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും നമ്മളിതൊക്കെ വിശ്വസിക്കുന്നു. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയായിരുന്നു അമറൂദ് കാ പേട്.
അപ്പം ज्ञानरंजन की कहानी अमरूद का पेड़ की माँ പുരാണേ ഖയാലോ വാലി थी. പുരാണേ ഖയാൽ യാനി പഴയ ചിന്താഗതി, അവരുടെ സോച്ച്, അവരുടെ ചിന്ത എല്ലാം പഴയ രീതിയിലാണ്. ഘോഷ് ബാബു के माली ने माँ को बताया था कि अमरूद और नींबू की पहली फसल को तोड़कर फेंक देने से दूसरी बारी में फल खूब अच्छी आती है. ഒരു ഘോഷ് ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി, അയാളുടെ മാലി, അയാളുടെ വീട്ടിൽ നിൽക്കുന്ന ഗാർഡനർ അമ്മയോട് പറയുകയുണ്ടായി, ഈ പേരച്ചെടി ഉണ്ടല്ലോ, പേരയും നാരകവും, ഇത് രണ്ടിനും ഇത് ആപ്ലിക്കബിളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ്? ആദ്യത്തെ വിളവെടുപ്പ്, ആദ്യം ഉണ്ടാവുന്ന കായ്ക്കളെല്ലാം നമ്മളങ്ങ് മനഃപൂർവ്വം പിച്ചിക്കളയണം. അങ്ങനെയെങ്കിൽ അടുത്ത പ്രാവശ്യം ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇത് അനുസരിച്ചിട്ടാണ് അമ്മ ഈ ആദ്യമുണ്ടായ പേരയ്ക്കെല്ലാം നുള്ളി കളഞ്ഞത്. മാ ഇൻ അന്ധവിശ്വാസോं के चक्कर में पड़ गई और उन्होंने अमरूद के पेड़ में पहले उगाए फलों को फेंक दिया. അമ്മ ആ അന്ധവിശ്വാസങ്ങളെല്ലാം അങ്ങ് വിശ്വസിച്ച്. പ്രത്യേകിച്ച് ഒരു ഗാർഡനറാണ് പറയുന്നത്, ഒരു മാലിയാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ ഒന്നുകൂടെ അങ്ങ് വിശ്വസിച്ച്. അപ്പം നോക്കൂ, ഇത് നിങ്ങൾ 2023 എക്സാം എഴുതാൻ പോകുന്നത് ഈ ടെക്സ്റ്റ് സിലബസിൽ വന്നിട്ട് ഇത് മൂന്നാമത്തെ എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ലൈക്ക് ഫസ്റ്റ് എക്സാം 2021 കുട്ടികൾ എഴുതി, പിന്നെ 2022 കുട്ടികൾ എഴുതി, നിങ്ങൾ 2023 സ്റ്റുഡൻസാണ്. അപ്പം 2021 എഴുതിയവർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. 22 ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നു. ഇനി 23 നിങ്ങൾ നാച്ചുറലി നല്ല ചാപ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കാൻ മടിയുള്ളവർ ഓഡിയോ ബുക്ക് നിരന്തരം കേട്ടാൽ മാത്രം മതി. ഇതിൽ മഗ്ഗിങ് അപ്പ് ഒന്നുമില്ല. കഥ മനസ്സിലാക്കുക, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. അതിൽ ജെന്യൂനിറ്റി കണ്ടാൽ മതി. അതിൽ ഇനിയിപ്പോൾ അല്പം സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഉണ്ടെങ്കിലൊന്നും മാർക്കാരും കട്ട് ചെയ്യാൻ പോകുന്നില്ല. ടീച്ചേഴ്സിന് വേണ്ടത് നിങ്ങളുടെ ജെന്യുവിൻ, നിങ്ങളത് മനസ്സിലാക്കിയോ, നിങ്ങളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ ഓൾസോ ഇസ് ഫ്രം ദ സെയിം ചാപ്റ്റർ അമറൂദ് കാ പേട്. അമറൂദ് കെ പേട് കോ ക്യോ കാട്ട് ഡാല. എന്തുകൊണ്ട് ആ പേരച്ചെടിയെ സമൂലം നഷ്ടപ്പെടുത്തി? ആ പേരച്ചെടി ആ കുടുംബത്തിലെ ഒരു അംഗം ആയിട്ട് മാറിയിരുന്നു. എല്ലാവർക്കും സന്തോഷം നൽകുന്ന വളരെ മധുരമുള്ള പേരയ്ക്ക. ആൾക്കാർ ആ പേരയ്ക്ക കണ്ട് ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ മുറ്റത്തെ പേരയാണ്, ഇതിലെ പേരയ്ക്ക ഇത്രയും സ്വീറ്റാണ്. എന്നിട്ട് കൂടി ആ മരം വെട്ടി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? अमरूद का पेड़ जब से आंगन में उगाया था लोग उसे अपशगुन बताते आ रहे थे. अमरूद का पेड़ ആ മുറ്റത്ത് കിളിച്ച് വന്നപ്പം തൊട്ട് കാണുന്നവരും വഴി പോകുന്നവരും എല്ലാം അയ്യോ ഇത് ദുശകുനമാണല്ലോ, ഇത് ആപത്താണല്ലോ, ഇത് കുടുംബത്തിന് നാശം വിതയ്ക്കുമല്ലോ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി. लेकिन धीरे धीरे जब उसमें मीठे मीठे अमरूद लगने लगे तो वह पेड़ उनके परिवार का हिस्सा बन गया. ओके, लेकिन बड़ी बहू का परिवार से अलगाव भावന, छोटे भाई का निठल्लापन. പിന്നീട് കുടുംബത്തിൽ കണ്ടത്, ഞങ്ങളെല്ലാവരും പഠിച്ച് വലുതായി ജോലിക്കൊക്കെ പോയി, പക്ഷേ ബഡി ബഹു, മൂത്ത മരുമോള് കുടുംബത്തിൽ നിന്ന് മാറി, ഒരു മെൻ്റലി ഒരു മാറ്റം മൂത്ത മരുമോളിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് തോന്നി ഈ പേരച്ചെടി കാരണമായിരിക്കും. പിന്നെ ചോട്ടേ ഭായിക്ക നിഠല്ലാപ്പൻ, ചെറിയ ബ്രദർ നിഠല്ലായിരുന്നു. നിഠല്ല മീൻസ് ഒരു ലൈഫിൽ സീരിയസ്നെസ് ഇല്ല, തോന്നിവാസം പോലെ നടക്കുന്നു. അപ്പോൾ അതും അമ്മ എന്തിൻ്റെ കാരണമാണ് കണ്ടത്? ഈ പേരച്ചെടി കാരണമായിരിക്കും. ഓർ മാക്കി ബീമാരി, അമ്മ സ്വയം കുറേ ഹെൽത്ത് ഇഷ്യൂസ്, ഒരു പക്ഷേ അവർ പ്രായമായതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷേ പരിവാർ കാ ധന്ദേസെ ബിഫർ ജാന, അതുപോലെ ഒരു ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഫാമിലി ബിസിനസ് കൊണ്ടു നടക്കാൻ താല്പര്യമില്ല അടുത്ത ജനറേഷന്. അങ്ങനെ ഇതെല്ലാം കൂടെ ആയപ്പം അമ്മ കൂട്ടി വായിച്ചത് ഇതിനെല്ലാം കാരണം ഈ മുറ്റത്തുള്ള ഈ ഒരു പേരച്ചെടിയാണ്. പണ്ടേ എല്ലാവരും പറഞ്ഞതാണ് ഇതിനെ വെട്ടിമാറ്റണമെന്ന്. പക്ഷേ ഇനിയെങ്കിലും ഇത് വെട്ടിമാറ്റിയില്ലെങ്കിൽ ഇത് ബഡാ അപശകുൻ ഹോഗ, ഇസ്ലിയെ അമറൂദ് കെ പേട് കോ കാട്ട് ദിയാ ഗയ. അപ്പോൾ അവസാനം കീഴടങ്ങി, അന്ധവിശ്വാസത്തിന് എൻ്റെ അമ്മ കീഴടങ്ങി. അതാണ് ഗ്യാൻരഞ്ജൻ അമറൂദ് കാ പേട് എന്ന ആ ഒരു കഥയിലൂടെ വ്യക്തമാക്കുന്നത്. 18th ക്വസ്റ്റ്യൻ, कमल की माँ हरीश को घर लाने पर नाराज़ क्यों हुई? तो ये സലാം കഹാനി से है. സലാം എന്ന സ്റ്റോറിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സലാം, അഗെയിൻ ഐ എം ടെല്ലിങ് എ വെരി ടച്ചിങ് സ്റ്റോറി.
വെരി ബോൾഡ് സ്റ്റോറി ഐ മസ്റ്റ് സേ. ഓം പ്രകാശ് വാൽമീകി എന്ന ദളിത് റൈറ്ററിൻ്റെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സലാം. കമൽ ഒരു ബ്രാഹ്മണായിരുന്നു, ഹരീഷ് ഒരു ദളിതായിരുന്നു. പക്ഷേ ബോത്ത് ഓഫ് ദം വർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല, ദി വർ थिक ഫ്രണ്ട്സ്. कमल ब्राह्मण जाति का था और उसकी माँ छुआछूत को मानती थी. छुआछूत അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. അപ്പോൾ കമലിൻ്റെ അമ്മ ഇതിലൊക്കെ വളരെ വിശ്വസിച്ചിരുന്ന ഒരു ലേഡിയാണ്. वह नहीं चाहती थी कि उनका बेटा नीची जाति के अछूतों से दोस्ती रखे और उन्हें घर लाए. അമ്മയ്ക്ക് ഇത് തീരെ താല്പര്യമില്ലായിരുന്നു. തൻ്റെ മകൻ ഈ താന്ന ജാതിയിലുള്ള കുട്ടികളുടെ കൂടെ കൂട്ടുകൂടുകയും അവരെ വീട്ടിൽ കൊണ്ടുവരികയും ഇതൊന്നും അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. क्योंकि उनका मानना था कि नीची जाति के लोगों के आने से उनका घर अपवित्र हो जाएगा और उनके साथ उठने बैठने से बुरे विचार मन में आने लगेंगे. അപ്പോൾ അമ്മയുടെ ഒരു ചിന്താഗതി നോക്കണേ. കമലിൻ്റെ അമ്മ വിചാരിച്ച എന്താണ്, എൻ്റെ മകൻ ഈ താന്ന ജാതിയിലെ കുട്ടികളുടെ കൂടെ കൂട്ടുകൂടിയാൽ എൻ്റെ മകൻ്റെ ചിന്താഗതി ചീത്തയാവും എന്ന് മാത്രമല്ല, എൻ്റെ മകൻ്റെ മന്മേ ബുരേ വിചാർ ആനെ ലഗേങ്കെ, ഇസ്ലിയെ വോ ഹരീഷ് കോ ഘർ ലാനെ പർ നാരാസ് ഹോത്തി ഹെ. അതുകൊണ്ട് ആ ഹരീഷ്, കമൽ വിളിച്ചനുസരിച്ച് ഹരീഷ് വീട്ടിൽ വരികയും ഹരീഷ് എന്തോ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് എടുത്തപ്പോഴാണ് അമ്മ ചോദിക്കുന്നത്, നിൻ്റെ അച്ഛൻ എന്താ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ വൃത്തിയാക്കുന്ന ജോലിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ കമലിൻ്റെ അമ്മ അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്യാണ്. മകനെയും വഴക്ക് പറയും, ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ മക്കളെ എന്തിനാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ ഇൻസൾട്ടിങ് ആയിട്ടാണ് കമലിൻ്റെ അമ്മ പെരുമാറിയത്. Again 19th question is from Salam story itself. ഹരീഷ് സലാം के लिए क्यों नहीं जाना चाहता. സലാം എന്ന ഒരു ആചാരമാണ് വിവാഹത്തിന് ശേഷം ദളിത് വരനും വധുവും വിവാഹത്തിന് ശേഷം ഉയർന്ന ജാതിയിലെ ഗ്രാമത്തിലുള്ള മറ്റു ഉയർന്ന ജാതിയിലെ വീടുകളിൽ ചെന്നിങ്ങനെ അവരുടെ ഡോർ സ്റ്റെപ്സിൽ നിന്നിട്ടിങ്ങനെ അവരെ സലാം പറയുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു നമ്മൾ വിവാഹത്തിന് ശേഷം പയ്യനും പെൺകുട്ടിയും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ വിസിറ്റിന് പോകാറുണ്ട് അല്ലേ. ഇതങ്ങനെയല്ല. ഇത് അവരുടെ മുറ്റത്ത് എന്ന് ഇങ്ങനെ സലാം ചെയ്യണം, അവരെ തൊഴണം. എന്നുവെച്ചാൽ ഞാനാണ് ഇപ്പോൾ കല്യാണം കഴിച്ച പയ്യൻ. അപ്പോൾ ഈ ഒരു ചടങ്ങ് ഹരീഷിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഹരീഷ് അല്പം വിദ്യാഭ്യാസമുള്ള പയ്യനായിരുന്നു. ഹരീഷിൻ്റെ ചിന്താഗതി എന്തായിരുന്നു അത് ഇവിടെ പറയുന്നുണ്ട്. ഹരീഷ് ദളിത് था लेकिन नए विचारों वाला था. ദളിതായിരുന്നു, പക്ഷേ ഉസ്കെ വിചാർ നവീൻ थे, പുതിയ ആറ്റിറ്റ്യൂഡുള്ള പയ്യനായിരുന്നു. വോ സലാം നാമക് റിവാസ് സെ ബിൽക്കുൽ സഹമത് നെയ് ഥാ. ഈ സലാം എന്ന ഉള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ അദ്ദേഹം വെറുത്തിരുന്നു. ഉസ്കാ മാനന ഥാ कि शादी के बाद इस प्रकार सवर्णों के द्वार द्वार जाकर सलाम करने से दूल्हे दुल्हन का ആത്മവിശ്വാസ് നഷ്ട ഹോ ജാതാ ഹെ. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് വിവാഹത്തിന് ശേഷം ഇങ്ങനെ ഓരോ വീടുകളിലും ചെന്ന് മറ്റുള്ളവരെ സലാം പറയുന്ന ഒരു രീതി, അത് യഥാർത്ഥത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുന്ന യുവാക്കളുടെ മനസ്സിലൊരു കോംപ്ലക്സ് സൃഷ്ടിക്കുകയാണ്. വഹ ഇസ് സലാം നാമക് റിവാസ് കോ ആത്മവിശ്വാസ് തോടനെ കി സാജിഷ് മാനതാ ഹെ. സാജിഷ് എന്ന് വെച്ചാൽ ഒരു ചക്രവ്യൂഹം, ഒരു കുഴുക്ക്. പുതിയതായിട്ട് വിവാഹം കഴിച്ചവരുടെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഇൻസൾട്ടഡ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങാണ് ഈ സലാം എന്നാണ് ഹരീഷ് വിശ്വസിച്ചിരുന്നത്. സലാം ഓം പ്രകാശ് വാൽമീകി എന്ന റൈറ്ററിൻ്റെ വളരെ ബോൾഡായിട്ടുള്ളൊരു കഥയാണെന്ന് പറയാൻ കാരണം അതിൽ 2 ആംഗിളും പറയുന്നുണ്ട്. ഒരു വശത്ത് കമലിൻ്റെ അമ്മ ബ്രാഹ്മൺ ആയിട്ടുള്ള ആ ഒരു മേൽക്കോയ്ത്തം കാണിക്കുന്നു, വിവേചനം കാണിക്കുന്നു. മറുവശത്ത് ഹരീഷിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ അനുഭവിച്ച അവിടുത്തെ ഒരു സിറ്റുവേഷൻ, ദളിതായിട്ടുള്ളൊരു കൊച്ചുകുട്ടി ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നു. കാരണം ചോദിച്ചപ്പോൾ അത് ഉണ്ടാക്കിയത് ഒരു മുസൽമാനാണ് പോലും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ജാതി, താന്ന ജാതിക്കാരൻ, മറ്റ് ജാതിക്കാരൻ, അങ്ങനെ മനുഷ്യനെ ജാതിയുടെ പേരിൽ ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു ഭാരതീയ സമാജിൻ്റെ ഒരു നേർചിത്രമാണ് ഓം പ്രകാശ് വാൽമീകി വരച്ച് കാട്ടിയിരിക്കുന്നത്. സോ ആസ്വദിച്ച് പഠിക്കുക, ആ കഥകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതൊക്കെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങളാണ് ഈ കഥകളിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഹിന്ദി ലേണിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ മറ്റ് സബ്ജക്ട്സ് പഠിച്ച് ബോറടിക്കുമ്പം യു ക്യാൻ ലിസൺ ടു ദിസ് ഹിന്ദി ചാപ്റ്റേഴ്സ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്.
അത് നിങ്ങൾ ആസ്വദിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുമ്പോഴും അത് താനേ നിങ്ങളുടെ ഫീലിങ്സ് അത് ഹിന്ദിയിലായിട്ട് മാറും. നിങ്ങളുടെ ഹിന്ദി അല്പം ടൂട്ടി ഫൂട്ടി ആണെങ്കിലും ആഫ്റ്റർ ഓൾ നിങ്ങളുടെ വാല്യൂഷൻ എല്ലാം കേരളത്തിൽ തന്നെ നടക്കുന്നത്. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഈ പേപ്പേഴ്സൊന്നും നോർത്ത് ഇന്ത്യയിൽ പോകുന്നില്ല. സോ റൈറ്റ് പ്രോപ്പർലി, റൈറ്റ് വാട്ട് എവർ യു നോ ആൻഡ് റൈറ്റ് യുവർ ജെന്യുവിൻ അത് അഭിപ്രായം. ഇതിലെല്ലാം പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് കൂടുതലും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ യു ക്യാൻ ആഡ് യോസ് ഓൾസോ. അപ്പോഴാണ് അതിനൊരു ജെന്യൂനിറ്റി വരുന്നത്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2 മാർക്സ് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അതിൽ പ്രേംചന്ദ് കെ കിനി 4 കഹാനിയോं के नाम लिखिए എന്നാണ് ഒരു ചോദ്യം. പിന്നെ ലേഖക് की माँ ने अमरूद का पेड़ क्यों काट दिया, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. शरणागत के यूरोपियन दंपति के नाम क्या क्या हैं. माँ के पैर में मोच आने पर वह क्या करती है. माँ रसोई में रहती है എന്ന സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻ വന്നു. घासीराम दुखी की लाश का ठिकाना कैसे करता है, അതാ സദ്ഗതിയിലെ ചോദ്യമാണ്. പിന്നീട് 17th क्वेश्चन डोमिन काकी में कौन सी समस्या को दर्शाया है. 19th क्वेश्चन दक्षिणा के तौर पर दुखिया क्या क्या देता है. 21st क्वेश्चन ഞാൻ കഹാനി സരോവറിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 21st क्वेश्चन हरीश कौन से रस्म को तोड़ने का प्रयास करता है. देन 23rd क्वेश्चन बिट्टो को दादी ने दूसरी बार थप्पड़ क्यों मारा. 24th क्वेश्चन ज़मींदार के घर सब प्रकार की सुख सुविधा के बावजूद यूरोपियन दंपति आशंकित क्यों थे. 25th क्वेश्चन माँ रसोई में रहती है में चित्रित विषय क्या है. 26th क्वेश्चन घोष बाबू के माली ने ഫസൽ കെ ബാരെ മേ മാസെ ക്യാ കഹ. ഇതൊക്കെ തന്നെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലായാൽ അവരെന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് അപ്ലോഡിങ്ങിൽ നമുക്ക് കഹാനി സരോവറിലെ 4 മാർക്ക് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വീഡിയോസ് എപ്പോഴും ഷോർട്ടായിട്ട് ആക്കാൻ ഞാൻ ശ്രമിക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ അല്പം എക്സ്പ്ലനേഷൻസ് കൂടെ പറഞ്ഞു പോകുന്നതുകൊണ്ട് അല്പം കൂടി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എനിവേ കീപ്പ് ഇൻ ടച്ച്.